മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒരിക്കൽ ഒരു ശില്പി വലിയൊരു കരിങ്കല്ലിൽ മനോഹരമായ ഒരു മാലാഖയുടെ രൂപം കൊത്തിയെടുക്കുകയായിരുന്നു. ഒരു കൊച്ചുകുട്ടി ഇത് കണ്ട് അമ്പരന്ന് നിന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാലാഖയുടെ രൂപം പൂർത്തിയായപ്പോൾ കുട്ടി ശില്പിയോട് ചോദിച്ചു, അങ്കിൾ, ഈ കല്ലിനുള്ളിൽ ഒരു മാലാഖ ഒളിച്ചിരിപ്പുണ്ടെന്ന് അങ്കിളിന് എങ്ങനെയാണ് മനസ്സിലായത്? ശില്പി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, കല്ലിനുള്ളിൽ മാലാഖയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ചെയ്തത് ആ മാലാഖയുടെ രൂപത്തിന് ആവശ്യമില്ലാത്ത കല്ലിൻ്റെ ഭാഗങ്ങളെല്ലാം ഉളിയും ചുറ്റികയും ഉപയോഗിച്ച് ചെത്തി മാറ്റുക മാത്രമാണ്. അനാവശ്യമായത് മാറിയപ്പോൾ മനോഹരമായ ഒരു രൂപം തനിയെ തെളിഞ്ഞു വന്നു. ഇന്നത്തെ തിരുവചന വായനകൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന ശിലകളായ ദൈവകൽപ്പനകളെയും ഹൃദയ നവീകരണത്തെയും കുറിച്ചാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കേവലം നിയമങ്ങൾ പാലിക്കുന്നതിനുമപ്പുറം സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതശൈലി രൂപപ്പെടുത്താനാണ് ഇന്നത്തെ വായനകളിലൂടെ സഭ നമ്മെ ഇന്ന് ആഹ്വാനം ചെയ്യുന്നത്. ഒന്നാമത്തെ വായന പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ദൈവം മോശ വഴി നൽകുന്ന 10 ദൈവകൽപ്പനകളെക്കുറിച്ചാണ്. വെറും കൽപ്പനകൾ എന്നതിലുമുപരി മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെയും വിശുദ്ധിയുടെയും കൽപ്പനകളാണെന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ കൽപ്പനകൾ ജീവിതത്തിൽ വെറും അക്ഷരങ്ങളായി മാത്രം മാറാതെ അത് ജീവിതം വഴി പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്താൽ ദൈവം അവർക്ക് പുതിയ ഒരു ഹൃദയം നൽകുകയും പുതിയ ഒരു ചൈതന്യം അവരിൽ നിക്ഷേപിക്കുകയും അങ്ങനെ കല്ലായ ഹൃദയം മാറ്റി ഒരു മാംസളമായ ഹൃദയം നൽകുന്നത് വഴി അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കുമെന്ന് എസെക്കിയേൽ പ്രവാചകനിലൂടെ ദൈവം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ വ്യക്തമായ ഒരു വഴി പറഞ്ഞു തരുന്നുണ്ട്. ക്രോധം, അമർഷം, ദുഷ്ടത, വിദ്വേഷം, ദുർഭാഷണം തുടങ്ങിയവ ഉപേക്ഷിച്ച് കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കണം. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളിലെ പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കുക. അതായത് ക്രിസ്തുവിനെ ധരിക്കുക എന്നാൽ സ്നേഹത്തിൻ്റെ ആടയണിയുക എന്നർത്ഥം. ഇന്നത്തെ സുവിശേഷ വായനയിലേക്ക് വരുമ്പോൾ ഈശോ പറയുന്നുണ്ട്, താൻ വന്നിരിക്കുന്നത് നിയമത്തെ ഇല്ലാതാക്കാനല്ല, മറിച്ച് പൂർത്തിയാക്കാനാണ്. യഹൂദർക്ക് മോശ വഴി നൽകപ്പെട്ട നിയമങ്ങൾ ജീവശ്വാസം പോലെയായിരുന്നു. എന്നാൽ ആ ഈശോ ആ നിയമങ്ങളെ ലംഘിക്കുന്നു എന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണ് വചനത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ വായിക്കുക. ഈശോ ഈ നിയമത്തെ വെറും അക്ഷരങ്ങളിൽ നിന്ന് അതിൻ്റെ ആത്മാവിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. കണ്ണിന് പകരം കണ്ണ് എന്ന് പറഞ്ഞപ്പോൾ അത് പ്രതികാരത്തിനുള്ള ഒരു അനുവാദമായിരുന്നില്ല, മറിച്ച് ശിക്ഷ ക്രമാതീതമാകാതിരിക്കുവാൻ വേണ്ടിയുള്ള ഒരു നിയന്ത്രണമായിരുന്നു. ഈശോ അതിനെ ക്ഷമ എന്ന പൂർണ്ണതയിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, ദൈവകൽപ്പനകളിൽ 5-ാമത്തേതാണല്ലോ കൊല്ലരുത് എന്ന് പറയുന്ന കൽപ്പന. ഈശോ അവിടം കൊണ്ട് ഒന്നും നിർത്തുന്നില്ല. സഹോദരനോട് കോപിക്കുക പോലും അരുതെന്ന് അവിടുന്ന് പറയുന്നുണ്ട്. തല്ലുകയോ കൊല്ലുകയോ ചെയ്യാതിരുന്നാൽ പോരാ, കൊല്ലാൻ ആഗ്രഹിക്കുന്നതും ഒരുവനെതിരെ ഹൃദയത്തിൽ വിദ്വേഷം പുലർത്തുന്നതും വലിയ തിന്മയാണ്, അത് തെറ്റാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതായത് കൊലപാതകത്തിൽ എത്തിക്കുന്ന മനോഭാവങ്ങൾ അത് എന്തു തന്നെയായാലും അത് കൊലപാതകത്തോളം തന്നെ കുറ്റകരമാണ് എന്ന് ഈശോ വ്യക്തമായിട്ട് വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. മനസ്സിലെ ഈ വെറുപ്പും വിദ്വേഷവും അവജ്ഞയും എല്ലാം ഉപേക്ഷിച്ച് ഹൃദയം അടിത്തട്ടോളം വിശുദ്ധീകരിക്കാൻ ഈശോ ഉപദേശിക്കുകയാണ് ഇന്നത്തെ വചനത്തിലൂടെ. കാരണം വെറുപ്പും വിദ്വേഷവും അവജ്ഞയുമുള്ള ഒരു മനസ്സുമായി നാം എത്ര ബലിയർപ്പണം നടത്തിയാലും നമ്മുടെ പാപത്തിന് ഒരു പരിഹാരവുമാവില്ല. സഹോദരനുമായി പിണക്കത്തിലായിരുന്നു കൊണ്ട് അർപ്പിക്കുന്ന ഓരോ ബലിയും അപൂർണമാണ്. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ഏറ്റുപറയുകയും സഹോദരനെ വെറുക്കുകയും ചെയ്യുന്നവൻ കള്ളം പറയുന്നു എന്ന് യോഹന്നാൻ ശ്ലീഹ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ ആ സന്തോഷവും സമാധാനവും കെടുത്തുന്നത് ഒരു പക്ഷേ നമ്മിലെ വെറുപ്പും വിദ്വേഷവും പകയും ഒക്കെ ആയിരിക്കാം. തർക്കവും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സമൂഹത്തിൽ സാധാരണമാണ്. എന്നാൽ അവ പരിഹരിക്കാത്തിടത്തോളം കാലം അത് ഒരു സമൂഹം മുഴുവനെയും തന്നെ ബാധിച്ചേക്കാം. അതുകൊണ്ട് എപ്പോഴും വിശുദ്ധിയിലും കൽപ്പനകൾ അനുസരിച്ചും ജീവിക്കാൻ നമുക്ക് എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കാം. ഓർക്കുക, നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ കയ്യിലെ ഓരോ കല്ലുകളാണ് എന്ന്. നമ്മിൽ ഒരു മനോഹരമായ ഒരു രൂപം ഒളിഞ്ഞിരിപ്പുണ്ട്.
അതിൽ തന്നെ ഒരുപാട് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പകയുടെയും എല്ലാം ഭാഗങ്ങളുമുണ്ട്. അത് ചെത്തിമിനുക്കി പുതിയ ഒരു രൂപമായി മാറ്റപ്പെടാൻ വേണ്ടി നമുക്ക് നമ്മെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ കല്ലായ ഹൃദയത്തെ മാറ്റി നിൻ്റെ സ്നേഹം നിറഞ്ഞ മാംസളമായ ഹൃദയം എനിക്ക് നൽകണമേ. നിൻ്റെ കൽപ്പനകൾ പാലിച്ച് നല്ലൊരു മനുഷ്യനായി തീരാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ.